ഹലോ നമസ്കാരം. ബിരിയാണിയൊക്കെ നമുക്ക് ഒട്ടും എണ്ണയില്ലാതെ വെക്കാൻ പറ്റുമോ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു സംശയം എല്ലാവർക്കും കാണും. പക്ഷേ ഒട്ടും ഓയിൽ ചേർക്കാതെ, ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കാതെ, അല്ലെങ്കിൽ ഒരു തുള്ളി പോലും നെയ്യ് ചേർക്കാതെ നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് സവാള, തക്കാളി, മല്ലിയില, പുതിനയില ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് ചതച്ചെടുക്കാം. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ബിരിയാണി ആണെങ്കിൽ ഇത്തിരി കൂടി നന്നായിട്ടിരിക്കും, ഓയിലൊന്നും ചേർക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് നമുക്കൊരു 4-5 പച്ചമുളകൊക്കെ ചേർക്കാം. ഇനി ഈ ചിക്കനിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ പുതിനയിലയും മല്ലിയിലയും ഒക്കെ ചേർക്കാം. ഇനി അതിലേക്ക് സവാളയും തക്കാളിയും പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് പുരട്ടാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർക്കാം. അതുകൂടാതെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം, നമ്മൾ ബിരിയാണിക്ക് എന്തൊക്കെയാണോ മസാലകളൊക്കെ ഇടുന്നത് അതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ എണ്ണ മാത്രം നമ്മൾ ഒഴിക്കുന്നില്ല. ഇതെല്ലാം ചേർത്ത് ചിക്കൻ നന്നായിട്ട് പുരട്ടിയെടുക്കാം. നമുക്ക് വീക്കെൻഡുകളിലൊക്കെ മിക്ക ദിവസവും എല്ലാവരും ബിരിയാണിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ ബിരിയാണിക്ക് ഹൈ കലോറിയാണ്. അതിലേക്ക് നമ്മൾ നെയ്യും ഓയിലും ഒക്കെ ചേർക്കുമ്പോൾ നല്ല ഹൈ കലോറി ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഓയിലും ഗീയും ഒക്കെ ഒഴിവാക്കാം. എന്നാലും നമുക്ക് ടേസ്റ്റിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ. ചിക്കനിലേക്ക് ഇതെല്ലാം പുരട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ചിക്കനൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരിയൊക്കെ കഴുകി മാറ്റി വെക്കാം. ബസുമതി റൈസ് കഴുകി മാറ്റി വെക്കുമ്പം അത് ചെറുതായിട്ടൊന്ന് കുതിരുമല്ലോ, അപ്പം നമുക്ക് വേവാനായിട്ട് എളുപ്പമുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും ആ അരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു റൈസിനൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ 2 ഉണങ്ങിയ നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇടുമ്പോൾ ഒരു ഫ്ലേവറൊക്കെ ഒരു ഡിഫറെൻ്റാണ്. കുറച്ചും കൂടെയൊക്കെ ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഉണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം. ശരിക്കും നല്ല തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. അതും ഹെൽത്തിയാണ്. ഒട്ടും ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും ചേർക്കാത്തത് കൊണ്ട്. അങ്ങനെ നമ്മുടെ റൈസൊക്കെ ചെറിയ തീയിൽ വെച്ചിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നുമില്ല, സാധാരണ ബിരിയാണി പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഒട്ടും ഓയിലും നെയ്യും ഒന്നും ചേർത്തിട്ടില്ലെന്നേ ഉള്ളൂ. എന്നാൽ നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ വീക്കെൻഡുകളിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോഴോ ഒക്കെ നമുക്ക് പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ് ഈ ബിരിയാണി. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നല്ല ഹെൽത്തി ഡിഷസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.